കുറച്ച് ദിവസമായിട്ട് എപ്പോഴും മഴയാണ്. അതുകൊണ്ട് തന്നെ ചില പൂക്കളൊക്കെ മഴയൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ലില്ലിപ്പൂവ് രണ്ടാമത്തത് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു സന്ധ്യ സമയത്തായിട്ടോ എടുത്തത്. മഴയൊക്കെ ഒന്ന് തോർന്ന സമയത്ത് വീഡിയോ എടുത്തത്. കാരണം പിറ്റേ ദിവസം രാവിലത്തേന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചാഞ്ഞിട്ടൊക്കെ പോകും. അതുപോലെ തന്നെയാണ് ജമന്തിപ്പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ മഴവെള്ളം വീണ് ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മഴ തോരുന്ന ആ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ജമന്തിപ്പൂക്കളുടെയൊക്കെ എടുത്തിട്ടുണ്ട്. ലില്ലിപ്പൂ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം വൈകുന്നേരത്തെ മഴയാണ് കേട്ടോ കണ്ടത്. മുറ്റത്തൊക്കെ നിറയെ വെള്ളമായിട്ടുണ്ടായിരുന്നു. പെയ്ത്ത് വെള്ളമാണ് കേട്ടോ. അത് ആ മുറ്റത്തിന് ചെറിയൊരു ചായ്വ് ഉള്ളത് കൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. നമ്മുടെ ഗാർഡൻ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയെന്ന് പറയും, അതേമാതിരിയായിരുന്നു. കുറച്ച് നാൾ കൂടി ബ്ലൂ ഡേയ്സിൽ ഒരു 2-3 പൂവൊക്കെ ആയി കേട്ടോ. ഒരു ചെടി ഒന്ന് അത്യാവശ്യം വളർന്നതിന് ശേഷമാണ്. അതിന് മുമ്പൊക്കെ ഒരു പൂവൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടായെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ചെടി നന്നായിട്ടൊന്നായി കഴിഞ്ഞപ്പം 2-3 പൂവൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെയിൽ കിട്ടുന്നത് കുറവായതുകൊണ്ടായിരിക്കാം, ആ ഒരു ഷെയ്ഡിലല്ല നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിൽ പൂക്കളൊക്കെ കുറവ്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് അല്ലേ ഈ മന്ദാരം. അതിൽ മഴ പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മഴ കിട്ടാതിരുന്ന ഇതിൽ പൂവിൻ്റെ ആ ഒരു അത്ര തെളിച്ചം കാണില്ല, ഇത്രയും നല്ല ഇതായിട്ട് പൂവ് നിൽക്കില്ല. പക്ഷെ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. നല്ല കാറ്റിലും മഴയിലും ഒക്കെ നമ്മുടെ അഗ്ലോണിമ ചെടിയൊന്ന് ചാഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് നമുക്ക് വേറൊരു ചട്ടിയിലാക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 ചട്ടിയിലുണ്ട്, 3 ചട്ടിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിലും കൂടെ ആക്കാമെന്ന് വെച്ചു. ഞാനത് വേറെ ഒരു പോട്ടിലേക്ക് അതാക്കിയിട്ടുണ്ട്. എന്നിട്ട് 2 ചെടി ഒരുമിച്ചാണ് കേട്ടോ വെക്കുന്നത്. ഏത് ചെടിയാണെങ്കിലും കുറേ എണ്ണം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ. എനിക്കിപ്പോൾ അങ്ങനെ വെക്കാൻ ഇല്ലാത്തത് കൊണ്ട് 2 ചട്ടി ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെടി വെക്കുന്ന രീതിയൊക്കെ എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ബൊഗൈൻവില്ലയിലെ പൂ കഴിഞ്ഞതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് പുറകോട്ട് മാറ്റി വെച്ചിട്ട് അഗ്ലോണിമ 2 എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഇത് എപ്പോഴും ഇങ്ങനെ തുടരണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മൾ മാറ്റിയൊക്കെ വെക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തത് കുറച്ച് മറയായിട്ടുണ്ട് ഇത് വന്നപ്പം. എന്നാൽ നമുക്കിനി ഇടയ്ക്ക് മാറ്റം ചെയ്യാം.